ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ലൈഫിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിട്ടും സക്സസ് ആകുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും വർക്ക് ചെയ്യാത്തത്? മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യാതെ ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ റീസെൻ്റ്ലി മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ അതായത് നമ്മൾ ചെറുപ്പകാലത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള കുറേ ട്രോമ നമുക്ക്, അതായത് ഇപ്പോഴും നമുക്ക് ചിലപ്പം ബോധത്തോടു കൂടി നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് ഉണ്ടാവണം എന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കുറേ കാര്യങ്ങൾ, കുറേ ഭയങ്ങൾ, അല്ലെങ്കിൽ ചില സിറ്റുവേഷനോടുള്ള ഒരു നമുക്കിഷ്ടമില്ലായ്മ, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് ഹീൽ ചെയ്ത്, ചില ആൾക്കാരോടടുത്തുള്ള വെറുപ്പ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ നമ്മൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ കംപ്ലീറ്റ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് പ്രോപ്പറായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് 100% റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ 7 ദിവസത്തെ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ടെക്നിക്കാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മിറർ ടോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നോക്കിയിട്ട് നമ്മളോട് തന്നെ ഐ ലവ് യു എന്ന് പറയുക, യു ആർ സേഫ്. അതായത് നമ്മുടെ ചെറുപ്പകാലത്തിലെ നമ്മൾ ആ കണ്ണാടിക്ക് മുന്നിൽ കാണുക, അതിനുശേഷം അതിനോട് നമ്മൾ സംസാരിക്കുക, നീ സേഫാണ്, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. അതായത് എത്രത്തോളം പാമ്പർ ചെയ്യാവോ അത്രത്തോളം ആ ഒരു ചെറിയ ലിറ്റിൽ യു നിങ്ങൾ പാമ്പർ ചെയ്യുക. എന്നിട്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന, ചൈൽഡ്ഹുഡിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാർട്ടൂൺ കാണാം. പിന്നീട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അഫർമേഷൻ ചെയ്യാം. മൈ ഇന്നർ ചൈൽഡ് ഈസ് സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് എന്നുള്ള അഫർമേഷൻ ഒരു 101 ടൈംസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡേ 1. സെക്കൻഡ് ഡേയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫീൽ യുവർ ഫീലിങ്സ്. നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് ഫീൽ ചെയ്യുക. വാട്ട് എവർ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അത് കണ്ണടച്ചിരുന്നു കൊണ്ട് നിങ്ങളുടെ ആസ് എ ചൈൽഡ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീലിങ്സ് വരുന്നത് എന്നുള്ളതൊന്ന് ഒബ്സർവ് ചെയ്യുക. അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ അതിനെ ഫീൽ ചെയ്യുക. ഇപ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും വെറുപ്പാണെങ്കിലും എന്താണെങ്കിലും അത് അങ്ങനെ തന്നെ വന്നോട്ടെ. അതിനെ വേണമെങ്കിൽ ഒരു പേപ്പറും ഒരു പേനയും എടുത്തിട്ട് ഒന്ന് എഴുതി വെക്കാവുന്നതുമാണ്. എന്നിട്ട് അന്നത്തെ ദിവസം അഫർമേഷൻ ചെയ്യാം, ഓൾ മൈ ഫീലിങ്സ് ആർ വാലിഡ്. ഇത് അന്നത്തെ ദിവസം അഫർമേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ദിവസവും മിറർ ടോക്ക് സ്റ്റാർട്ട് ചെയ്യാം. യു ആർ സേഫ് വിത്ത് മീ നൗ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ദിവസവും മിറർ ടോക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ മൂന്നാമത്തെ ദിവസം നമ്മൾ മിറർ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നിന്നെ ഒരു ചൈൽഡ് ആയിരുന്ന സമയത്ത് നിനക്ക് വിഷമം ഉണ്ടാക്കിയിരുന്നത്, വെറുപ്പുണ്ടാക്കിയിരുന്നത്, ഇഷ്ടമല്ലാതിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അതിന് ഉത്തരവും കണ്ടെത്താം. അത് മാറ്റാനായിട്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ഇനി ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ കാര്യങ്ങളെ, ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളായിരിക്കും അല്ലേ, അപ്പോൾ ഓൾറെഡി അത് കഴിഞ്ഞു, ഇനി ആ കാര്യം ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ചോദിക്കുക, അതിനുശേഷം വേണം അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട്. അന്നത്തെ ദിവസം ഇനി ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ബെഡിൽ പോയിട്ട് കംഫർട്ടബിളായിട്ട് കുറച്ച് നേരം പൊതച്ചു മൂടി കിടക്കുക, റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് അന്നത്തെ ദിവസത്തെ ആക്ടിവിറ്റി. എന്നിട്ട് അഫർമേഷൻ പറയാം, ഐ ക്രിയേറ്റ് സേഫ്റ്റി ആൻഡ് വാംത്ത് ഫോർ മൈസെൽഫ് എന്നുള്ള അഫർമേഷൻ പറയാവുന്നതാണ്. അഫർമേഷൻസ് ഒക്കെ എപ്പോഴും ഒരു 101 ടൈംസ് പറയുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഡേ 1-ലാണെങ്കിലും 2-ലാണെങ്കിലും 3-ലാണെങ്കിലും പറഞ്ഞ 3 അഫർമേഷനും മസ്റ്റായിട്ടും പറയേണ്ടതാണ്. ഡേ 4-ലെന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ഇന്നസെൻസ് ആൻഡ് പ്ലേ, ഡാൻസ് ലൈക്ക് നോ വൺ ഈസ് വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ ഏറ്റവും ഇഷ്ടമുള്ള ആക്ടിവിറ്റി എന്താണോ അത് ചെയ്യാം. ഡാൻസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ പാട്ട് പാടാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം കളിക്കാനാണെന്നുണ്ടെങ്കിലും എന്താണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്
അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതാണ് 4th ഡേയിലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. 4th ഡേയിലെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഐ വെൽക്കം പ്ലേ ആൻഡ് ജോയ് ഇൻ ടു മൈ ലൈഫ്. ഇതാണ് 4th ഡേയിൽ നമ്മൾ അഫർമേഷനായിട്ട് ചെയ്യേണ്ടത്. ഇനി 5th ഡേയിൽ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരുന്ന് കേൾക്കുക എന്നുള്ളതാണ്. അതിനുശേഷം 5th ഡേയിലെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലവ് ലെറ്റർ. നിങ്ങളൊരു അഡൾട്ട്, നിങ്ങളുടെ ഈ അഡൾട്ട് സെൽഫ് നിങ്ങളുടെ കുട്ടിക്ക് എഴുതുന്നൊരു ലവ് ലെറ്റർ. അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്നേഹവും കെയറിങ്ങും മാത്രം കലർന്ന ഒരു ലവ് ലെറ്റർ നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡിലെ ആ കുട്ടിക്ക് എഴുതുന്നു. ഇനി അന്നത്തെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഐ സ്പീക്ക് കൈൻഡ്ലി ടു മൈസെൽഫ് ആൻഡ് ടു മൈ ഇന്നർ ചൈൽഡ്. ഇത് 5th ഡേയിലെ അഫർമേഷനാണ്. ഇനി 6th ഡേയിലെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 6th ഡേയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫുഡ് നിങ്ങൾ ആസ്വദിച്ച് മൈൻഡ്ഫുള്ളായിട്ട് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അതെന്താണോ ചൈൽഡ്ഹുഡിൽ ഏറ്റവും നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന, ഏറ്റവും കൊതി തോന്നിയിരുന്ന ആ ഭക്ഷണം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് കഴിക്കുക എന്നുള്ളതാണ് 6th ഡേയിലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്നിട്ട് അഫർമേഷൻ ചെയ്യാം. ഐ ഗിവ് മൈസെൽഫ് വാട്ട് ഐ നീഡ് ടു ഹീൽ. ഇതാണ് അഫർമേഷൻ. അപ്പോൾ 6th ഡേയിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, അഫർമേഷൻ ചെയ്യുക. 7th ഡേയിൽ എന്ന് പറയുമ്പോഴത്തേക്കും മോർണിംഗ് തന്നെ മിറർ ടോക്കാണ്. നമ്മൾ ലാസ്റ്റ് ഡേ ആണ്, 7ാമത്തെ ദിവസമാണ്. അപ്പം മിററിൽ നോക്കിയിട്ട് പറയണം ഒരു അത്ഭുതത്തോടു കൂടി, വാവ് നമ്മൾ ഇത്ര ദൂരം വന്നു, എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നു, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ നല്ല പ്രൗഡ് തോന്നുന്നു. അതായത് ആ ഇന്നർ ചൈൽഡിൽ നിന്ന് ഇത്ര ദൂരം ഈ അഡൾട്ടിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു, ഹീലായി, കംപ്ലീറ്റ്ലി ഹീലായി ഞാൻ അഡൾട്ട്ഹുഡിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മിററിൽ നോക്കിയിട്ട് സംസാരിക്കുക. പിന്നെ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് അന്നത്തെ ദിവസത്തെ ആക്ടിവിറ്റിയാണ് ഈ ഒരു ആഴ്ച കൊണ്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, എന്നിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ പോയി, ഇനി ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക, ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. ഐ ക്യാരി മൈ ഇന്നർ ചൈൽഡ് വിത്ത് ലവ് ആൻഡ് ഗ്രേസ്. ഇത് നമ്മൾ അഫർമേഷനായിട്ട് 101 ടൈംസ് പറഞ്ഞുകൊണ്ടിരിക്കുക. 7th ഡേയിൽ ഇതാണ്. 7th ഡേയിൽ ഇനി നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോള് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എഴുതി വെക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത്, അതിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ആയിരിക്കാം, ഫിസിക്കൽ ഹെൽത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് മണി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, വാട്ട് എവർ, അത് നിങ്ങൾ എഴുതി വെക്കുക. ഒറ്റ കാര്യം മാത്രം എഴുതി വെക്കുക. അപ്പോൾ ഈ 7 days പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക. മുടങ്ങാതെ 7 days ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ ഇൻഫർമേഷനായിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഫോളോ, ഷെയർ, സബ്സ്ക്രൈബ്. എന്തെങ്കിലും ഡൗട്ട്സോ ഇങ്ങനത്തെ റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വീഡിയോസിന് വേണം എന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.